ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. ഇടയന്മാർ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ പകുത്തു കൊടുക്കുന്നവരാണ്. തൻ്റെ പ്രാണനെ പകുത്തു കൊടുത്ത് ആടുകളെ സംരക്ഷിക്കുവാനുള്ള സന്നദ്ധ ഉള്ളവരാണ് ഇടയന്മാർ എന്ന് വേദപുസ്തക പ്രാരംഭം മുതൽക്ക് തന്നെ പ്രകടമാണെങ്കിലും യേശു തൻ്റെ ജീവിത അർത്ഥത്തെ ഇടയ സങ്കല്പത്തോട് ചേർത്ത് വെച്ച് പ്രഖ്യാപിക്കുന്ന അതിസുന്ദരമായ വേദഭാഗമാണ് ഇത്. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായ് വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായ് അവയെ പിടിക്കുകയും ചിന്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനും അല്ലോ. വാക്യം 11, 12, 13. ഇടയൻ മരണാനുഭവങ്ങളുടെ ഇടയിൽ ഓടിപ്പോകുവാനുള്ളവനല്ല, മറിച്ച് സംരക്ഷണം നൽകാൻ വിളിക്കപ്പെട്ടവനാണ്. ധീരതയുള്ളവർക്കാണ് ഇടയ ശുശ്രൂഷ സാധിക്കുക. അപാരമായ കൃപയാണ് അതിന് അനിവാര്യം. അലസത ഉള്ളവർക്കോ ഭയമുള്ളവർക്കോ ഉള്ള ശുശ്രൂഷയല്ല ഇത്. കാരണം ഇട്ടിട്ട് ഓടിപ്പോകാൻ ആർക്കും പറ്റും. എൻ്റെ കാര്യമല്ല അതെന്ന് കരുതി മാറിയിരിക്കാനും പറ്റും. പക്ഷേ യാക്കോബിനെ പോലെ പകൽ കഠിനമായ ചൂടും രാത്രി സഹിക്കാനാവാത്ത ശീതം എങ്കിലും ഒരാട് പോലും നഷ്ടപ്പെടാതെ ഉറക്കളച്ചിരുന്ന് സൂക്ഷിച്ചു വന്ന യാക്കോബ് എന്ന ആട്ടിടയനെയും വേദപുസ്തകം അവതരിപ്പിക്കുന്നുണ്ടല്ലോ. ആടുകളുടെ സുരക്ഷിതത്വവും ജീവനും വളർച്ചയുമാണ് ഇടയന്റെ ലക്ഷ്യം. അപകടത്തിൽ പെട്ടത് കാണാം, തളർന്നത് കാണാം. അങ്ങനെ പലതരത്തിലുള്ളതും പല അവസ്ഥയിലുള്ളതുമായ ആടുകൾക്ക് അത്താണി ആട്ടിടയൻ മാത്രമാണ്. ദാഹമുള്ള ആടുകളെ വെള്ളമുള്ള ഇടങ്ങളിലേക്ക് നയിക്കണം. കൂരിരുൾ താഴ്വര പ്രത്യക്ഷപ്പെടുമ്പോൾ കൂടെ നടക്കാൻ ഇടയാകണം. മരുഭൂമി കണക്കെയുള്ള വഴി നടപ്പിൽ ചൂട് തട്ടി പ്രാണൻ പൊട്ടിപ്പോകുന്ന അനുഭവങ്ങളിൽ ആടുകളുടെ പ്രാണനെ പോലും തണുപ്പിക്കാൻ കഴിയുന്ന ഇടപെടലുകൾ നടത്താൻ കഴിയുന്നവരാകണം. മാത്രമല്ല, പിടിച്ച് കൊന്ന് തിന്നാൻ വരുന്ന ചെന്നായ്ക്കളെ നേരിടാൻ കരുത്തില്ല എന്ന് തോന്നിയാൽ അവയെ തോൽപ്പിച്ച് മറ്റൊരു കരയിൽ ആടുകളെ എത്തിക്കാൻ ഏലിയാവിൻ്റെ ആത്മാവും ആ അഭിഷേകവും അനിവാര്യമാണ്. ആയുഷ്കാലം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നന്മയും കരുണയും കൊണ്ട് ഇടയ ശുശ്രൂഷ രംഗം നിറയണം. അങ്ങനെ ജീവൻ മരണ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ജീവന് തുല്യം കണക്കാക്കി സമ്മിശ്ര അനുഭവങ്ങളെ തരണം ചെയ്യാൻ ധൈര്യം കൊടുക്കാൻ കഴിയുന്ന ആ നല്ല ഇടയന്റെ ഭാവം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്നതാണ് പ്രാർത്ഥന. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. വാക്യം 14. എല്ലാ ആടുകളെയും അറിയുന്ന ഇടയ മനസ്സ് ഈ വരികളുടെ സൂചനയാണ്. കുറച്ച് ആടുകളെ മാത്രമോ, മുമ്പിൽ കയറി ഒപ്പം നടക്കുന്ന ആടുകളെ മാത്രമോ, ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ കഴിയുന്ന വിധത്തിൽ കൂട്ടത്തിൽ ഇത്തിരി പൊക്കമുള്ള ആടുകളെ മാത്രമോ അറിയുന്ന ഇടയനല്ല, പിന്നെയോ എല്ലാ ആടുകളെയും അറിയുന്ന ഇടയന്റെ ആ അറിവ് അപാരം തന്നെ. അതിന് ഒരുപാട് തെളിവുകൾ നിരത്താൻ വേദപുസ്തകത്തിലുണ്ട്. ഒന്നു മാത്രം, അത് മരുഭൂമിക്കപ്പുറം ആടുകളുമായി ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ് വരെയും യാത്ര ചെയ്ത് എത്തിയ മോശയെ ദൈവത്തിന് നന്നായിട്ടറിയാം. ഒരു മരുഭൂമിയെ മുറിച്ചു കടക്കാൻ ധൈര്യമുള്ള മോശ എന്ന ഇടയനെ ദൈവം ഇത്തിരി കാലമായി കാത്തിരിക്കുകയായിരുന്നിരിക്കാം. മോശ എന്ന ഇടയന്റെ സാക്ഷാൽ നിയോഗ വഴിയുടെ തിരി തെളിയിക്കാൻ ഒരു മുൾപടർപ്പിനെ തന്നെ കത്തിച്ച് കാത്തിരിക്കുന്ന ദൈവത്തെ വായിക്കുമ്പോൾ ശരിക്കും ഉള്ള് കത്താത്തവരായിട്ട് ആരും കാണില്ലല്ലോ. അല്ലെങ്കിലും മുമ്പിലുള്ള ഏതൊരു മരുഭൂമിയെയും മുറിച്ച് കടന്നു വരുവാൻ കൃപയും കരുത്തും കൊടുത്ത് നടത്തുന്ന ദൈവത്തിൻ്റെ അറിവ് നമുക്കൊരു ധൈര്യം തന്നെയാണ്. നമുക്കൊരു ഇടയനുണ്ട്. ഓരോ ആടുകളെയും
അവസ്ഥകളെ അറിഞ്ഞ് അതാത് നേരങ്ങളിൽ വേണ്ട കൃപയും കരുത്തും കൊടുത്ത് നടത്തുന്ന ദൈവത്തിൻ്റെ അറിവ് അത്ഭുതം തന്നെ. ഒന്ന് ഉറപ്പാണ്, ഇടയന് ആടുകളെ അറിയാം. പക്ഷേ ഇടയൻ്റെ ഇടപെടലുകളും അറിവുകളും ആടുകളും കൂടെ അറിയണം. അത് വിശ്വസിക്കുകയും വേണം. എങ്കിലേ ആടുകൾക്ക് അനുഗമിക്കാനാകൂ. ഇടയൻ്റെ ശബ്ദം ഗ്രഹിക്കാൻ കഴിയും വിധം അത്രയ്ക്കും ഹൃദ്യതയും സഹവർത്തിത്വവും ഇടയനും ആടും തമ്മിൽ വേണം എന്നുള്ളതാണ് അതിപ്രധാന സംഗതി. അങ്ങനെ എല്ലാ ആടുകളെയും അടുത്തറിയാവുന്ന ദൈവം തമ്പുരാന്റെ മനസ്സും അറിവും നമുക്കൊരു ധൈര്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടുന്നതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. വാക്യം 17. കൊടുക്കുമ്പോൾ കിട്ടുന്ന സ്നേഹത്തെ സമ്മാനമായി കാണുന്നതാണ് ആത്യന്തികമായിട്ടുള്ളത് എന്നും കൂടെ സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. കൊടുക്കുന്നത് കൊണ്ടുള്ള സ്നേഹവും കിട്ടുന്നത് കൊണ്ടുള്ള സ്നേഹവും ഉണ്ടല്ലോ. നല്ല ഇടയന് കൊടുക്കുവാൻ മാത്രമേ അറിയൂ, അത് തൻ്റെ പ്രാണനെ പോലും. എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കൊണ്ട് ആടുകൾ ഇടയനെ സ്നേഹിക്കാൻ ഇടയുണ്ട്. മേച്ചിൽ കണ്ടെത്തി തരുന്നത് കൊണ്ട് സ്നേഹം തോന്നാം. തണൽ കണ്ടുപിടിച്ച് തരുന്നത് കൊണ്ട് സ്നേഹം തോന്നാം. ദാഹം അകറ്റാൻ ഉറവ കാണിച്ചു തരുന്നത് കൊണ്ട് ഇടയനോട് സ്നേഹം തോന്നാം. എന്നാലോ മരുഭൂമിയിലെ പൊള്ളുന്ന അനുഭവങ്ങളിൽ കൂടെ നടക്കേണ്ടി വന്നപ്പോൾ, കുറച്ച് ഇറച്ചിക്കലങ്ങൾ കിട്ടാതെ വന്നപ്പോൾ പിറുപിറുപ്പിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചകളൊക്കെ എത്രയോ വേദനിപ്പിക്കുന്നതാണ്. എല്ലാ അനുഭവങ്ങൾക്കും നമ്മൾ ആഗ്രഹിക്കുന്ന സൗന്ദര്യം ഉണ്ടാവണമെന്നില്ല. പക്ഷേ അവയെ ഇടയൻ്റെ മനസ്സിനോട് ചേർത്ത് വെച്ചാൽ അവൻ നമ്മെ പുതുമയുടെയും വാക്തത്വത്തിൻ്റെയും നാട്ടിലേക്ക് നടത്തുമെന്ന് ചിന്തിച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ കിട്ടുന്നത് ഇത്തിരി കുറഞ്ഞപ്പോഴേക്കും ദൈവത്തിന് പോലും എതിരെ തിരിയുന്ന ജനക്കൂട്ടവും, എന്നാലോ ഒരാടിനെ നഷ്ടപ്പെട്ടപ്പോൾ ഒന്നല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, ബാക്കി 99 കൂട്ടി ആലയിലേക്ക് പോകാൻ മനസ്സ് വരാത്ത ഇടയനും തമ്മിലുള്ള അന്തരം ഇന്നും നിലനിൽക്കുന്നുണ്ടോ എന്നത് ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട്. പിന്നെയോ മുള്ളുകൾക്കിടയിലും പാറക്കെട്ടുകളിലും തപ്പി നടന്ന് കണ്ടുപിടിച്ച് ആ ഒന്നിനെയും ചേർത്തണച്ച് ആവശ്യമെങ്കിൽ തോളിലേറ്റി ആലയിലേക്ക് പോകുന്ന ആ ഇടയ ചിത്രവും ചേർത്ത് വെച്ച് ധ്യാനിച്ചാൽ കിട്ടുന്നതിൻ്റെയും കിട്ടാനുള്ളതിൻ്റെയും കഥ പിന്നെയും പറഞ്ഞ് കാലം അവസാനിപ്പിക്കാൻ ആർക്കും ഇടയാകില്ല. മറിച്ച് ശേഷമുള്ള കാലവും എന്തെല്ലാം പകുത്തു കൊടുക്കാനാകുമോ അതെല്ലാം പങ്കിട്ട് കൊടുത്ത് ജീവിക്കുമ്പോൾ കിട്ടുന്ന സ്നേഹത്തെയാണ് യേശു സമ്മാനമായി കരുതുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ കിട്ടുന്ന സ്നേഹ സുഖം അനുഭവിക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.